ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ഒരു പ്രോബ്ലം ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിലേക്ക് പോവാം. നോക്കിക്കേ, ഇതാ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, റെസിസ്റ്റേഴ്സുമായിട്ടല്ലേ, പ്രതിരോധങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റേഴ്സ്, പ്രതിരോധങ്ങൾ രണ്ട് രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഒന്നെങ്ങനെയാ പാരലൽ കണക്ഷൻ, മറ്റേതെങ്ങനെയാ സീരീസ് കണക്ഷൻ. സമാന്തര രീതിയിലും കണക്ട് ചെയ്യുക, ശ്രേണി രീതിയിലും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഘടിപ്പിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫിഗർ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പാരലൽ കണക്ഷൻ ആണ് അല്ലേ, സമാന്തര രീതിയാണ്. മേ ബി ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിക്കാം. ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടില്ല. ഇൻ കേസ് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇത് പാരലൽ കണക്ഷൻ ആണ്, സമാന്തര രീതിയാണെന്ന് എഴുതണം. ഇനി എങ്ങനെയാണ് സീരീസ് കണക്ഷൻ വരിക? ശ്രേണി രീതിയാണെങ്കിൽ എങ്ങനെയാണ്? ഇതാ ഇങ്ങനെ വൈക്കവയെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്രേണി രീതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? പാരലൽ കണക്ഷൻ അല്ലേ. ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രീതിയിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതാണ് പാരലൽ കണക്ഷൻ. എന്താ ചോദിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സഫല പ്രതിരോധം കാണുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇതാ ക്വസ്റ്റ്യനിലോട്ട് പോവാൻ നോക്കിക്കോ. പാരലൽ കണക്ഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നത് പാരലൽ കണക്ഷൻ ആണെങ്കിൽ സഫല പ്രതിരോധം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ട ഇക്വേഷൻ എന്താണ്? 1/R is equal to 1/R1 plus 1/R2 ആണ്. ആണല്ലോ. ഇത് പാരലൽ കണക്ഷൻ്റെതാണ് അല്ലേ. പാരലൽ, സമാന്തരം, സമാന്തരം. ഇനി ഇത് സീരീസ് കണക്ഷൻ ആണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക? സീരീസ് ആണെങ്കിൽ, ശ്രേണി രീതിയിലാണെങ്കിൽ എങ്ങനെയാ കാണുക? R is equal to R1 plus R2. 2 റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? R is equal to R1 plus R2 ചെയ്താൽ മതി. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം അല്ലേ. എത്രയാണ് തന്നിട്ടുള്ളത്? എത്ര ഓമാണ് തന്നിട്ടുള്ളത് നോക്കാം. എത്രയാണ് തന്നിട്ടുള്ളത്? ഒന്ന് 40 ഓമാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ എത്രയാണ്? 60 ഓം, 60 ഓം. അപ്പോൾ 40 ഓം ആൻഡ് 60 ഓം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ R1 40 ഓം ആണ്, R2 എന്ന് പറയുന്നത് 60 ഓം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് കിട്ടും? 1/R is equal to 1/R1 പകരം എന്ത് കൊടുക്കുന്നത്? 40 കൊടുക്കുന്നത്. R2 പകരം എന്താ? 60. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഛേദങ്ങൾ അല്ലേ, ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും? 1 × 60, 60 പ്ലസ് ആണ് 40 × 1, 40 വരും. ഡിവൈഡഡ് ബൈ 60 × 40 എന്താ വരുക? ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 60 40 കൂട്ടിക്കഴിഞ്ഞാൽ 100 എന്ന് വരും. 6 4 24, 2 0 ഇട്ടു. ഇനി സീറോസ് വെട്ടിക്കളഞ്ഞാൽ 1/24 എന്ന് വരും. ഇതല്ല ആൻസർ. ഇതാ നോക്കിയേ, 1/R is equal to ആണ് 1/24. ആറല്ലേ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ R is equal to ഇവിടുന്ന് എന്താ എഴുതണം? ഇതിന് നേരെ റെസിപ്രോക്കലി, ഇതിൻ്റെ നേരെ തിരിച്ചിടാൽ എന്ത് വരും? R is equal to 24. യൂണിറ്റ് എഴുതാൻ മറക്കല്ലേ. എന്താ യൂണിറ്റ്? ഓം. ഓക്കെ അല്ലേ. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ അല്ലേ. ഇനി എന്താണ് ബി ക്വസ്റ്റ്യൻ? ബി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ബി ക്വസ്റ്റ്യൻ ഇത് ക്ലിയർ ആണല്ലോ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് നോക്കാം. വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 40 ഓം റെസിസ്റ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് ആണ് ചോദിക്കുന്നത് അല്ലേ. അതായത് 40 ഓം പ്രതിരോധകത്തിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലോട്ട് വരാം. 40 ഓം പ്രതിരോധകത്തിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലോട്ട് വരാൻ നോക്കിക്കോ. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് പറയുന്നത്. അവിടെ കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് I എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആണല്ലോ. എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്പോൾ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് മൈൻഡിലേക്ക് വരണം അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താണ്? V is equal to IR എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ വിയും ഉണ്ട് ആറും ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? I ആണ് അല്ലേ. ഇവിടെ നിന്ന് I is equal to നമുക്ക് എന്താ എഴുതാം? V/R എന്ന് എഴുതാം. ഇനി വി എന്ന് പറയുന്നത് വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട് അല്ലേ. വോൾട്ടേജ് എത്രയാണെന്ന് ഫിഗറിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ, വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? വോൾട്ടേജ് 12 വോൾട്ട് ആണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ പറയുന്നുണ്ട് 40 ഓം റെസിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റർ എടുക്കണം അല്ലേ. ഈ റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത് 40 ഓം എന്ന് പറയുന്നത്. അപ്പോൾ 12 വോൾട്ട് 40 ഓം, 12 വോൾട്ട് 40 ഓം. അപ്പോൾ V is equal to 12 വോൾട്ട്, R is equal to 40 ഓം.
ഓക്കെ, ഇത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാൽ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. ഒന്നുകൂടെ ഞാൻ എഴുതുന്നുണ്ട്, വി ബൈ ആറ്. വിക്ക് പകരം 12 എന്ന് കൊടുത്തു, ആറിന് പകരം എത്ര കൊടുക്കണം? 40. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇതാ ഞാൻ 2 കൊണ്ട് വെട്ടുന്നുണ്ട്, ഇവിടെ 6 എന്ന് വരും, ഇവിടെ 20 എന്ന് വരും. വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ 3/10 എന്ന് വരും അല്ലേ? 3/10. 3/10 എത്രയാ വരിക? 0.3 എന്ന് വരും. ഐ കറണ്ട് ആണ് ചോദിച്ചത്. കറണ്ടിന്റെ യൂണിറ്റ് എന്താ മക്കളെ? ആംപിയർ ആണ് അല്ലേ? അപ്പോൾ 0.3 എന്ത് വരും? ആംപിയർ എന്ന് വരും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞത്? സി ക്വസ്റ്റ്യൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. സി ക്വസ്റ്റ്യൻ നമുക്ക് എന്താ കണ്ടത്? ഹീറ്റ് ആണ്. നോക്കിക്കോ. വാട്ട് ഈസ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ 60 ohm റെസിസ്റ്റർ ഇഫ് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ് ഇൻ 2 minutes എന്നാണ് ചോദിക്കുന്നത്. അതായത് 2 മിനിറ്റ് സമയത്തേക്ക് 60 ohm റെസിസ്റ്ററിൽ, അതായത് പ്രതിരോധകത്തിൽ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എത്ര ഹീറ്റ് ഉണ്ടാവും, എത്ര താപം പുറപ്പെടുവിക്കും എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ താപം എച്ച്, ഹീറ്റ് ആണ് കണ്ടത് അല്ലേ? അപ്പോൾ ഹീറ്റ് കണ്ട ഇക്വേഷൻ എന്താ മക്കളെ? എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ ആണ്. ആണല്ലോ. ഇതിനകത്ത് വി വേണം, ടി വേണം, ആറ് വേണം. അത് തന്നിട്ടുണ്ടോ നോക്കിയേ. ഇതല്ലേ ആർ എന്ന് പറയുന്നത് 60 ohm, ഇതാണ് ടി എന്ന് പറയുന്നത് 2 minutes. ഇനി എന്താ നമുക്ക് വേണ്ടത്? വി ഉണ്ട്. വി ഇവിടെ എത്രയുള്ളത്? 12 volt ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എഴുതാം. വി ഇസ് ഈക്വൽ ടു 12 volt ആണ്. ഇനി ആർ ഇസ് ഈക്വൽ ടു, ഇപ്പം നമുക്ക് കിട്ടിയില്ലേ? ആർ ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇവിടെ 60 ohm ആണ്. ഇനി എന്താണ്? ടി ഇസ് ഈക്വൽ ടു വേണം, 2 minutes ആണുള്ളത്. അപ്പോൾ ഈ 2 minutesനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ എന്ത് വരും? 2 × 60 ചെയ്യുക, 120 സെക്കൻഡ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? വിക്ക് പകരം എന്ത് കൊടുക്കണം? 12ന്റെ സ്ക്വയർ. 12ന്റെ സ്ക്വയർ. ഇനി ടിക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? 120 × 120 ഡിവൈഡഡ് ബൈ ആറ്. ആറ് എത്രയാണ്? 60. ഇതാ ഇവിടെ എന്താ? 0 വെട്ടിക്കളഞ്ഞു. ഇവിടെ 12ൽ 2 ടൈംസ്, ഇവിടെ എത്രയാണ്? 1 ടൈം. 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. 144 × 2 8 8 2. ഇനി യൂണിറ്റ് നോക്കണം. ഹീറ്റ് ആണ് അല്ലേ? താപമാണ്. താപം നമ്മൾ ഏത് യൂണിറ്റിലാണ് പറയുക? ജൂള്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇപ്പം ഞാൻ ശ്രേണി രീതിയിൽ, ഇപ്പം എന്താ പാരലൽ കണക്ഷൻ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് എന്തും തരാം? ശ്രേണി രീതി, അതായത് സീരീസ് കണക്ഷനും തരാം. അപ്പോൾ സീരീസ് കണക്ഷൻ്റെ ഇക്വേഷൻ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ R1 R2 ആണെങ്കിൽ എന്ത് വരും? R1 + R2. R is equal to R1 + R2 ആണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കാം. സെറ്റല്ലേ മക്കളെ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.